എക്സാമിന് എഴുതുമ്പോൾ നിങ്ങൾ ഓരോ മുഖമാണ് എനിക്ക് ഓർമ്മ വന്നത്. മാത്സ് ആണെങ്കിലും അലൻ സാറിന് അദ്ദേഹം എഴുതണം, ക്വസ്റ്റ്യൻസ് ഒന്നും പറയണ്ട. അതല്ല എന്റെ പേര് അവന്തിക കെ എസ്, +2 ഫുൾ A+ ആണ്. +1 ആണ് ഇങ്ങനെ ക്ലാസ് കാണാൻ തുടങ്ങിയത്. എക്സാം കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയില്ല, എക്സാമിന് എഴുതുമ്പോൾ നിങ്ങൾ ഓരോ മുഖമാണ് എനിക്ക് ഓർമ്മ വന്നത്. സാറിന് ബെർണൌലീസ് പ്രിൻസിപ്പിളൊക്കെ ഞാൻ എന്താ എഴുതുമ്പോൾ എനിക്ക് സാറ് ക്ലാസ് എടുക്കണ തന്നെ അതേമാതിരി ഞാൻ കണ്ടിട്ട് എഴുതിക്കുന്നു. അവിടുന്ന് മാത്സ് ആണെങ്കിലും അലൻ സാറിന് അദ്ദേഹം എഴുതണം, ക്വസ്റ്റ്യൻസ് ഒന്നും പറയണ്ട. അതന്നെ അതിന് ഒരു മാർക്ക് എനിക്ക് കുറഞ്ഞിട്ട്, ഇംഗ്ലീഷിന് മാത്രമേ എനിക്ക് മാർക്ക് പോയിട്ടുള്ളൂ. +2 അതേമാതിരി തന്നെ ഞാൻ എല്ലാരും പറയും ഫുൾ A+ കിട്ടണമെങ്കിൽ ഫസ്റ്റ് തൊട്ടേ പഠിക്കണം എന്ന്. ഞാൻ അത് ചെയ്യില്ല. പഠിക്കണം, പക്ഷേ അവസാനം പഠിച്ചാലും നമുക്ക് ചിലപ്പോ ചില സാഹചര്യങ്ങളിൽ ഞാൻ വേറെ എക്സാമിന് തലേന്ന് കുത്തുന്ന പഠിക്കുന്ന ആളാ. സാറിന് മാരത്തോണും നമ്മളെ എന്താ ആപ്പിലുള്ള ക്ലാസ് മാത്രം കണ്ടിട്ടാ ഞാൻ പരീക്ഷയ്ക്ക് പോയി. കുറെ ആൾക്കാർ പറഞ്ഞു എന്താ ഇങ്ങനെ ഓൺലൈൻ എടുക്കുന്ന ആൾക്കാർ ഇതൊക്കെ വിശ്വസിക്കാത്ത കുറെ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും കട്ട സപ്പോർട്ടായി നിങ്ങളെ കൂടെ തന്നെ, നിങ്ങളെ നന്നായി വിശ്വസിക്കുകയാണ് ചെയ്ത്. അവൻ്റെ പാരൻസിനോട് ഞാൻ പറഞ്ഞു ആരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, എനിക്ക് ഓരത്രയും വിശ്വാസമാണ്. ആ വിശ്വാസം എനിക്ക് ജയിച്ച് കിട്ടുകയും ചെയ്തു. ഏറ്റവും വലിയ സന്തോഷം സാറുമാരെ ക്ലാസ് എപ്പോഴും അവർ പറയും. ഇപ്പൊ മോനെ ഞാനിപ്പോ ഇതിലേക്ക് +1 ചേർത്താൻ SSLC കഴിഞ്ഞിട്ടേ നല്ല ക്ലാസ്സാണ്. മാരത്തോൺ എല്ലാം മെന്റിമാരൊക്കെ ഭയങ്കര സ്പീഡോടെ മെന്റിങ് കളിക്കാൻ തുടങ്ങിയിട്ട് ഒന്നും കിട്ടിയില്ല. പിന്നെ ഒരു വാശിയായി, ഫസ്റ്റ് കിട്ടിയില്ല വേണ്ട, ലീഡർ ബോർഡിൽ പേര് വന്നത്. ലാസ്റ്റ് എന്താ ലീഡർ ബോർഡിൽ ഒരു 8ാമത്തെ സ്റ്റുഡന്റ് ആയിട്ട് ഞാൻ വന്ന്. ഭയങ്കര അച്ചീവ്മെന്റ് ആണ്. അച്ചീവ്മെന്റ് നന്നായിട്ട് പഠിക്കാം. ഓക്കെ, അങ്ങോട്ടും